കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കുട്ടിയെ പരിചയപ്പെടുകയുണ്ടായി. ആള് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഡിവോഴ്സായി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നിട്ടും തനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും, തന്നെ കൊണ്ട് ഇതിനെ മറികടക്കാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആളെ വീട്ടിലേക്ക് വരികയും സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി എന്തൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റും അത് ചെയ്ത് ഫാമിലിയെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കുകയായിരുന്നു. അങ്ങനെ ആള് വീട്ടില് തന്നെ ഒരു ചെറിയ ട്യൂഷൻ സെന്റർ പോലെ ട്യൂഷൻ എടുത്തു കൊടുക്കുകയും അതുപോലെ തന്നെ ആൾക്ക് കുറച്ച് കലാവാസനകളൊക്കെ ഉണ്ട്. അങ്ങനെ തന്റെ കഴിവുകളെല്ലാം കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു സ്ഥാപനം ഇടുകയും അതില് അവര് ആ ഒരു ചെറിയ വരുമാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് നിർഭാഗ്യവശാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് ചുറ്റും നിന്ന ആളുകൾ തന്നെ അവരെ കുറച്ച് കാണുകയും അവർക്ക് വരുന്ന സ്റ്റുഡൻസിനെ ഒക്കെ മുടക്കി വിടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. അത് പക്ഷെ ആളെ വലിയ രീതിയിൽ ബാധിക്കുകയും അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. അവരപ്പോ എന്നോട് സംസാരിച്ചു, എന്തുകൊണ്ട് ഞാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതിൽ അവർക്ക് ഇത്രയധികം പ്രശ്നം, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആകെയുള്ള ഒരു സ്രോതസ്സായിരുന്നു അതിനെയും വഴിമുടക്കി എന്നുള്ള ഒരു രീതിയിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇത്തരത്തിൽ പെരുമാറുന്നു? മറ്റൊരാൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും അവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കാനുള്ള ഒരു രീതി നമ്മൾ എടുക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് സമൂഹം ഇത്തരത്തിൽ പെരുമാറുന്നു?